പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്ക് നേരത്തെയും വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതായി സൂചന. പാലക്കാട് സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം കേസിൽ IBയും തമിഴ്നാട് ക്യൂബ്രാഞ്ചും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിടിയിലായ സെന്തിൽകുമാർ നേരത്തെ 4 തവണ സ്ഫോടക വസ്തുക്കൾ കടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തണ്ണിമത്തന്റെ മറവിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത്. പിടിയിലാകുമ്പോൾ കരിങ്കൽ ക്വാറികളിലേക്ക് എത്തിച്ചതെന്ന മൊഴി നൽകി നിസാര വകുപ്പുകൾ മാത്രം ചുമത്തപ്പെട്ട് ജയിൽ മോചിതരാകുന്ന പ്രതികൾ വീണ്ടും സ്ഫോടക വസ്തു കടത്തുകൾ ആവർത്തിക്കുകയായിരുന്നു. കരിങ്കൽ ക്വാറികളിലേക്ക് വേണ്ടതിന്റെ പല മടങ്ങ് സ്ഫോടക വസ്തുക്കൾ കടത്തിയിരുന്നതായും നിയമാനുസൃതം തന്നെ ചെറിയ അളവിൽ കരിങ്കൽ ക്വാറികളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ കഴിയുമ്പോൾ 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളും എത്തിച്ചത് ആർക്കു വേണ്ടി എന്നതിലാണ് ദുരൂഹത. നേരത്തെയും തമിഴ്നാട്ടിൽ നിന്ന് സ്ഫോടക വസ്തു ശേഖരം കടത്തിയിരുന്നെന്ന വിവരം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. രാജ്യാന്തര ഭീകര സംഘടനകളിൽ പലതിന്റെയും സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര IB നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം ഭീകര ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണോ ജലാറ്റിൻ സ്റ്റിക്കുകൾ കടത്തി എത്തിച്ചതെന്നും സംശയമുണ്ട്. ജനം, കൊച്ചി.